നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പോക്സോ കേസ് പ്രതി ജാമ്യത്തിലിറങ്ങി സ്വന്തം കുടുംബത്തെയും ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തെയും വെട്ടിനുറുക്കിയിരിക്കുന്നു. വളരെ നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തെലങ്കാനയിലാണ് അതിദാരുണമായ ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിൽ പോക്സോ കേസിൽ മുൻകൂർ ജാമ്യത്തിലിറങ്ങിയ യുവാവ് സ്വന്തം കുടുംബാംഗങ്ങളെയും തനിക്കെതിരെ പരാതി നൽകിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും കുടുംബത്തെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഷാബാദ് സ്വദേശിയായ 35-കാരൻ രാജ്കുമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഒന്നിനു പുറകെ ഒന്നായി 6 ജീവനുകൾ പ്രതി കവർന്നത്. അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 6 അതിക്രൂര കൊലപാതകം. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി തെലങ്കാന പോലീസ് നിലവിൽ വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേരളം നടുങ്ങിയ നെന്മാറ ഇരട്ടക്കൊല എല്ലാവർക്കും ഓർമ്മ കാണും. പാലക്കാട് പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊന്ന കേസിൽ കൊടും കുറ്റവാളിയാണ് ചെന്താമര എന്ന് പറയുന്ന ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു മനുഷ്യൻ. 2025 ജാനുവരി 27-നാണ് ഈ ഇരട്ട കൊലപാതകം നടന്നത്. അതിനു മുമ്പ് 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തി. ഈ കേസിലാണ് ചെന്താമരയ്ക്ക് നേരത്തെ കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. പിന്നീട് ജയിലിൽ പോയ പ്രതി ജാമ്യത്തിന് പുറത്തിറക്കിയാണ് വീണ്ടും അതേ കുടുംബത്തിലെ 2 പേരെ പകയുടെ പുറത്ത് വെട്ടിക്കൊന്നത്. കുറ്റം തെളിയുന്നത് വരെ ഏതൊരാളും നിരപരാധിയാണെന്ന ക്രിമിനൽ നിയമ തത്വം അനുസരിച്ചാണ് കോടതികൾ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കാനല്ല, വിചാരണ തീരുന്നതുവരെ അവരെ അനിശ്ചിതമായി ജയിലിൽ അടയ്ക്കുന്നത് ഒഴിവാക്കാനാണ് ജാമ്യം നൽകുന്നത്. പുറത്തിറങ്ങി വീണ്ടും അക്രമം നടത്തുമെന്ന ഭയം ഒഴിവാക്കാൻ കോടതികൾ ജാമ്യം നൽകുമ്പോൾ ചില കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങി പ്രതികൾ വീണ്ടും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വിശദമായി പറയാം. ഈ വർഷം മെയ് 16-നാണ് 17-കാരി രാജ്കുമാറിനെതിരെ പോലീസിനെ സമീപിക്കുന്നത്. പരിശീലന സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പ്രതി പെൺകുട്ടി നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുകയും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഇയാളുടെ പ്രായം ഓർക്കണം, 35 വയസ്സ്. പെൺകുട്ടിക്ക് വെറും 16 വയസ്സ്. ഇത്രയും ചെറിയ കുട്ടിയോടാണ് ഇയാൾക്ക് പ്രണയം. മാത്രമല്ല ഇയാൾ വിവാഹിതനാണ്. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. തുടർന്ന് ശല്യം സഹിക്കാനാവാതെയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാജ്കുമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. 7 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഷാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ സാങ്കേതികത്വം മുതലെടുത്ത് പ്രതി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം സമ്പാദിച്ചു. കൊലപാതക പരമ്പര നടക്കുന്നതിന് വെറും ഒരാഴ്ച മുമ്പ് 20,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിലാണ് കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത്. രാജ്കുമാറിന് നേരത്തെ തന്നെ കടുത്ത പെരുമാറ്റ വൈകല്യം ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 2-3 തവണ ഇയാളെ കൗൺസിലിങ്ങിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. പ്രതിയുടെ മാനസിക നില കാര്യമായ രീതിയിൽ തകരാറിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങളും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ഇയാൾക്ക് കടുത്ത ചൂതാട്ട ശീലവും വൻതോതിൽ കടബാധ്യതകളും ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. അതിക്രൂരമായ ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ രാജ്കുമാറും ഭാര്യ പാർവതിയും തമ്മിൽ വീട്ടിൽ കാര്യമായ തർക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഒടുവിലത്തെ ദിവസവും പാർവതി ബന്ധുക്കളോട് വളരെ സാധാരണ രീതിയിലാണ് ഫോണിൽ സംസാരിച്ചിരുന്നത്. താമസ സ്ഥലമായ ഷാബാദിലെ വീട്ടിൽ വെച്ചാണ് രാജ്കുമാർ ഈ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ഭാര്യ പാർവതി സരിത, അതായത് 30 വയസ്സ്, ഇവരുടെ മക്കളായ 4 വയസ്സുകാരനും 18 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരെയാണ് പ്രതി ആദ്യം ദാരുണമായി കൊലപ്പെടുത്തിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞുങ്ങളെ അനായാസം വകവരുത്തിയ പ്രതിയെ ഭാര്യ തടയാൻ ശ്രമിച്ചതായാണ് സൂചന. പാർവതിയുടെ മൃതദേഹം കണ്ടെത്തിയ മുറിയിൽ കടുത്ത പിടിമുരി നടന്നതിന്റെ ലക്ഷണങ്ങൾ ഫോറൻസിക് സംഘം കണ്ടെത്തുകയായിരുന്നു. അതായത് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ
തൻ്റെ മരണം വരെ ആവതും ആ യുവതി ശ്രമിച്ചു. പക്ഷേ ആ 2 കുഞ്ഞുങ്ങളും യുവതിയും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. 2018 പ്രണയിച്ച് വിവാഹിതരായ ഇവർക്കിടയിൽ മറ്റു കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായി ബന്ധുക്കൾ അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സ്വന്തം ഭാര്യയെയും മക്കളെയും വകവരുത്തിയ ശേഷം രാജ്കുമാർ അവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ദേവലഗുണ്ടയിലെ മറ്റൊരു ഗ്രാമത്തിലേക്ക് തിരിച്ചു. തനിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയ 17-കാരിയായ പെൺകുട്ടിയുടെ വീടായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ 45-കാരിയായ അമ്മയെയും 65-കാരിയായ മുത്തശ്ശിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. അമ്മയെയും മുത്തശ്ശിയെയും വധിച്ച ശേഷം പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലമായി കാറിൽ കയറ്റി വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് പെൺകുട്ടിയെയും ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തി. അതേസമയം സംഭവ സമയത്ത് പെൺകുട്ടിയുടെ ഭിന്നശേഷിക്കാരിയായ 20 വയസ്സുള്ള സഹോദരിയും വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ രാജ്കുമാർ ഇവരെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ വിട്ടയച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. 6 കൊലപാതകങ്ങളും പൂർത്തിയാക്കിയ ശേഷം രാജ്കുമാർ തൻ്റെ പിതാവിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഞാനിത് ചെയ്തു, ഈ ആളുകളെയെല്ലാം ഞാൻ കൊലപ്പെടുത്തിയെന്നാണ് ഫോണിലൂടെ പ്രതി പിതാവിനോട് വെളിപ്പെടുത്തിയത്. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന സൂചനയും പ്രതി പിതാവിന് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പ്രതി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ പ്രതിയുടെ ആത്മഹത്യാ ഭീഷണി ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിനോടുള്ള കടുത്ത പ്രതികാരമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. കൊലപാതകം നടന്ന ഷാബാദിലെ വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ ബന്ധുക്കൾ എത്തുമ്പോൾ വീടിന്റെ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വീടിനുള്ളിൽ ഫാൻ, എയർ കണ്ടീഷണർ, കൂളർ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജനൽ വഴി നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ കാണുന്നത്. തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി വിശദമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതിക്കായി തെലങ്കാന പോലീസും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സൈബരാബാദ് പോലീസ് കമ്മീഷണർ തരുൺ ജോഷിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളാണ് പ്രതിക്കായി വല വിരിച്ചിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് പോലീസിന് ചില കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇയാൾ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ പിടിയിലാകുമെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പ്രതിയുടെ ചിത്രങ്ങൾ പതിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്നുണ്ടായ നിയമപരമായ വീഴ്ചകളും ഈ ദാരുണ സംഭവത്തോടെ ചർച്ചയാവുകയാണ്. പ്രതികാര ബുദ്ധിയോടെ നടന്ന ഈ ആസൂത്രിത കൊലപാതകം രംഗറെഡ്ഡി ജില്ലയെയും ഹൈദരാബാദ് നഗരത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതിയെ എത്രയും വേഗം പിടികൂടി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതാ കുറവും കേസന്വേഷണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. എല്ലായിടത്തും ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. പേരും നാടും വീടും പ്രായവും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ആളുകളുടെ ക്രിമിനൽ വികാരങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. ഈ കേസിൽ ആരെ കുറ്റപ്പെടുത്തും? ഇയാൾക്കെതിരെ കേസെടുത്തത് ഇവിടുത്തെ നിയമ സംവിധാനം. എന്നാൽ ഇയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള നിയമ പഴുതുകൾ ലഭിച്ചതും ഇതേ നിയമ സംവിധാനത്തിലൂടെ തന്നെയാണ്. ഏതായാലും പ്രതിയെ വേഗത്തിൽ പിടികൂടാനുള്ള എല്ലാ നടപടികളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു.